ആദരവോടുകൂടി സിയാദിനും സുധീറിനും നന്ദി പറയുന്നത്. ഞാൻ എൻ്റെ മനസ്സോട് ചേർത്ത് പിടിച്ച ഒരു സിനിമയാണ് ഇത്. മനസ്സിൽ കണ്ടതിനും അപ്പുറം ഇതിനെ മനോഹരമാക്കിയ സംവിധായകനാണ് എൻ്റെ പ്രിയപ്പെട്ട സിബി. അതിന് കൂടെ നിന്നാണ് സിയാദ്. ഇതിലെ പങ്കെടുത്ത അതിനുവേണ്ട ഈ ഭംഗി നൽകിയ എല്ലാവരും എൻ്റെ പ്രതീക്ഷയ്ക്കും അപ്പുറമാണ് അതിന് നിറങ്ങൾ മാറ്റി. ഈ സിനിമ ഞാൻ പ്രതീക്ഷിച്ചത് അത്ര ആൾക്കാരൊന്നും അത് കണ്ടില്ല എന്ന് മനസ്സിലാക്കിയ നിമിഷം ഞാൻ മനസ്സുകൊണ്ട് ഈ സിനിമയോട് ഡിറ്റാച്ച് ആയിരുന്നുണ്ടായിരുന്നു. അത് എനിക്ക് തന്നെ സംരക്ഷിക്കാൻ സാവകാശമാണ് ഇത്. ഈ സിനിമയെ പ്രവർത്തിച്ചുകൊണ്ട് ധാരാളം സന്ദേശങ്ങളും എഴുത്തുകളൊക്കെ എനിക്ക് നിരന്തരം വരാറുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ ദിവസം വരെ ഇഷ്ടംപോലെ വരാറുണ്ട്. ചിലർക്കൊക്കെ ഞാൻ തമാശ രൂപത്തിൽ മറുപടി എഴുതാറുണ്ട്. എന്നോട് ഒരു കാര്യമായിട്ട് പ്രേമിക്കാത്തതിൽ ഒരാൾ പറഞ്ഞു, ഇത് കാലം തെറ്റിയിറങ്ങിയ ഒരു സിനിമയാണ്. അപ്പം ഞാൻ പറഞ്ഞു, സിനിമയൊക്കെ കറക്റ്റ് സമയത്താണ് ഇറങ്ങിയത്, നിങ്ങൾ വരാൻ വൈകിപ്പോയത്. അല്ലാതെ ഈ കാലം തെറ്റിയ സിനിമ, കാലം തെറ്റിയ അങ്ങനെ ആരെയും നമ്മൾ കണ്ടിട്ടില്ല. കാലം തെറ്റി നമുക്ക് മുമ്പിൽ ജനിച്ച ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വരെ. ഇനി കാലം തെറ്റിയ സിനിമ 20 വർഷം കഴിഞ്ഞിട്ടാണ് ഈ സിനിമ എടുക്കേണ്ടതെങ്കിൽ അന്ന് എൻ്റെ കൂടെ ആരാണ്ടാവും? നമ്മളത് പിന്നെയും കാലം തെറ്റിയതൊന്നുമല്ല. എവിടെയോ എന്തോ ആർക്കോ എന്തോ ആരോടോ പറയാനുണ്ടെന്ന് വിശാൽ കൃഷ്ണമൂർത്തി പറയുന്നത് മാതിരി ആ പറയാനുണ്ടായിരുന്ന ആൾക്കാർ തെറ്റിയിട്ടുണ്ടാവും എഴുതുന്നത്. ഇപ്പോഴേ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മനസ്സിലാവുന്നു. 100% നിറഞ്ഞ മനസ്സുള്ള ഞാൻ പറയുകയാണ്, എനിക്ക് ഇത് ഇപ്പോൾ ഒരു പുതിയ സിനിമയാണ്. ഈ സിനിമ പൂർണ്ണമായും ഒരു വിജയമായി മാറുമെന്ന ഉറച്ച വിശ്വാസം എൻ്റെ അക്ഷരങ്ങൾ കൊണ്ട്, എൻ്റെ അക്ഷരങ്ങൾ സത്യമാണ്. ഈ സിനിമ പൂർവാധികം ഭംഗിയായി വിജയിച്ചിരിക്കും. 24 വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമ വീണ്ടും റീറിലീസ് ഞാൻ പറയില്ല, ഈ സിനിമ വീണ്ടും വരികയാണെങ്കിൽ അതിൻ്റെ കാരണക്കാരനും മോഹൻലാലാണ്. ഇന്നും ഇവിടെ ലാൽ. അതിൻ്റെ ഒരു പ്രകാശം വളരെ പ്രധാനമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു 24 വയസ്സ് പെട്ടെന്ന് വീട് കിട്ടിപ്പോയി. ഞാനിപ്പോൾ 2000-ലാണ്. നിങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ 2000-ലെ ആൾക്കാരെയാണ്. 2000-ലെ അന്നത്തെ സിബി, അന്നത്തെ സിയാദ്, അന്നത്തെ ലാല്, അന്നത്തെ രഞ്ജിത്ത്. ഞാൻ രഞ്ജിത്തിനൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അന്നത്തെ ശേഷം ഞാൻ രഞ്ജിത്തിനെ ഇപ്പോഴാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു അന്നത്തെ ആ രഞ്ജിത്തിനൊക്കെ ആ യാത്രകളും സംസാരങ്ങളും ഞാൻ എല്ലാം ഇങ്ങനെ ഞാനിപ്പോൾ ഇമോഷണലായി സത്യം പറയാൻ അവിടെ ഇരിക്കുന്നു. പലതും എന്നെ എത്രയോ പേര് എൻ്റെ അടുത്ത് തമാശയോടെ സംസാരിക്കുന്നുണ്ട്. അതായത് സമയത്തിന് മുൻപേ നിങ്ങൾ ആരെ ഇറക്കാൻ പോകുന്നത് ചോദിച്ചു. അത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ സമയത്തിന് എത്തി വന്നു എന്നൊക്കെ പറയുന്ന ഒരു വെറുമൊരു ബോഷ്കായ വർത്താനമാണ്. അത് ആൾക്കാർ കണ്ടിട്ടില്ല അത്രയും. പക്ഷേ ഇപ്പോൾ ഈ സിനിമ നിങ്ങൾ അന്ന് കണ്ട ദേവദൂതനെയല്ല. അന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇല്ല. ഇത് 100% ഫ്രഷ് സിനിമയാണ്, പുതിയ സിനിമയാണ്. പുതിയ മോഹൻലാൽ ചിത്രം, പുതിയ സിനിമ ചിത്രം, പുതിയ സിയാദ് ചിത്രം. നിങ്ങൾ കണ്ടു നോക്കണം. വളരെ രസമാണ്, വളരെ മനോഹരമാണ്. ഞാൻ എൻ്റെ ജീവിതം ഇന്ന് മുതൽ 4K റെസൊല്യൂഷൻ ഇന്ന് മുതൽ ഞാൻ എൻ്റെ അറ്റ്മോസ്ഫിയറാണ് എന്ത് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറാണ്. എന്തൊരു രസമാണ് 4K റെസൊല്യൂഷൻ. അതായത് മുൻപ് ഞാൻ വിവാഹിതനാണ്. അപ്പൊ എൻ്റെ ആ ദാമ്പത്യത്തെ ഞാനിപ്പോൾ കാണുന്നത് റിലീസ് ചെയ്യും. ഭയങ്കര രസമാണ്. എൻ്റെ സമയത്തോളം എനിക്ക് എല്ലാ പടങ്ങളും 4K ആക്കണം. പറ്റില്ല, സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ 4K ആക്കി. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളെല്ലാവരും 4K ആണ്.
എന്താണ് ഈ 4K എന്നൊക്കെ ടൈമായിട്ട് ചോദിച്ചാൽ മതി. സന്തോഷം എന്തെങ്കിലും പറഞ്ഞു തരും. എനിക്ക് തോന്നുന്നു 68K ഒക്കെ ഉണ്ട്. പണ്ട് ഞങ്ങൾ ഈ ഫിലിമിൻ്റെ സ്കൂളിൽ ചെയ്യുമ്പോൾ അത് 16K ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ അറിയുന്ന ഒരു വാക്കാണ് 4K അല്ലെങ്കിൽ അറ്റ്മോസ്. അത് അങ്ങനെ കാണാം. അതുകൊണ്ട് ഒരു 4K മോഹൻലാലിനെ കാണാൻ നിങ്ങൾ ക്ഷണിക്കുന്നു. 4K സിബിയെ കാണാൻ നിങ്ങൾ ക്ഷണിക്കുന്നു. 4K ക്ഷണിക്കുന്നു. എല്ലാവർക്കും സന്തോഷം. നന്ദി. നമസ്കാരം. ഞാൻ ഒത്തിരി